നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആർക്കെങ്കിലൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് അതായത് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ KYC അപ്ഡേഷനുകൾ ആരായിട്ട് ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ സ്റ്റേഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആർക്കും പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ കുറച്ച് ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് കേൾക്കാം. അപ്പൊ എനിക്കായാലും നിങ്ങൾക്കായാലൊക്കെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ആർക്കെങ്കിലൊക്കെ പെട്ടെന്ന് വിളിക്കാണ്ടി വന്നാൽ ഇത് കഴിഞ്ഞിട്ടാണല്ലോ കോളിംഗ് പോകുന്നത്. അപ്പൊ എനിക്കായാലും നിങ്ങൾക്കായാലൊക്കെ ഇത് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായത് മിന്നാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കുന്ന ടൈമിൽ എന്റെ ഉമ്മ ഞങ്ങളെ കാണാൻ വന്നപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കോള് കുറെ നേരമായിട്ട് ഒരു 3-4 വട്ടം ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോളിൽ എന്താ പറയുന്നത് വെച്ചാല് ഞാൻ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ അറിയാതെ നിങ്ങളേക്ക് ഗൂഗിൾ പേ ചെയ്തു പൈസ. അപ്പം നമ്പർ മാറിയിട്ടാണ് ഗൂഗിൾ പേ ചെയ്തത്. അപ്പൊ നിങ്ങൾ പ്ലീസ് ഒന്ന് ആ ഫണ്ട് തിരിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് തമിഴിലാണ് സംസാരിച്ചത്. അപ്പൊ ഉമ്മാക്ക് കുറെയൊക്കെ മനസ്സിലായി, തമിഴിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ അറിയാലോ. അപ്പൊ ഉമ്മ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു നമ്പർ എന്നല്ല കേട്ടോ ഒരു വട്ടം വിളിക്കുന്നത്, ഒരു 3-4 നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ ഓട്ടോയിലാണ് വന്നത്. അപ്പൊ ഉമ്മക്ക് എടുക്കാൻ അധികം പറ്റിയിട്ടില്ല, 1-2 തവണ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നിർത്താതെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം നമ്മൾ വിശ്വസിക്കാത്തത് എന്താന്ന് വെച്ചാല് ഉമ്മാക്ക് ഗൂഗിൾ പേ ഇല്ല കേട്ടോ. അപ്പൊ ഉമ്മ പറഞ്ഞ എനിക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ നിങ്ങളെ ഹസ്ബൻഡിന്റേക്കാണ് ഇട്ടത്, സോറി അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾക്കല്ല നിങ്ങളെ ഹസ്ബൻഡിന്റേക്കാണ് ഇട്ടത് എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ പറയും, ശരിക്കും ഉമ്മാക്കൊക്കെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഉമ്മ അത് വിശ്വസിക്കട്ടോ. കാരണം കുറച്ചൊക്കെ സത്യമായിരിക്കും, ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുമ്പോ ശരിക്കും നമ്മളൊന്നും നോക്കാതെ ഉമ്മാന്റെ ഒക്കെ ആ ഏജിൽ ഇട്ട് കൊടുക്കും പൈസ. അപ്പൊ സത്യത്തിൽ ഉമ്മാക്ക് ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എല്ലാവർക്കും ഫണ്ട് അയച്ചത് എന്ന് ഉമ്മ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ത്രീ പറഞ്ഞാൽ നിങ്ങളെ ഹസ്ബൻഡിനായിരിക്കും ഞാൻ അയച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ 3-4 തവണ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞങ്ങൾ കുറച്ച് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പിന്നെയും വിളിച്ചുട്ടോ ഫോണിന്ന്. പക്ഷെ ഞാൻ എടുത്തപ്പോ അതൊരു ആണിന്റെ സൗണ്ട് ആയിരുന്നു. പക്ഷെ എനിക്ക് ലാംഗ്വേജ് അങ്ങനെ മനസ്സിലായില്ല, ഒരു ഹിന്ദിയിലായിട്ട് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ പൈസ പൈസ എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ, വേറെ ഒന്നും നമുക്ക് മനസ്സിലാകുന്നൊന്നുമില്ല. അപ്പൊ അത് കോൾ ചെയ്യുമ്പോൾ തന്നെ പറയാം നമ്മൾ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ ചെയ്തത് നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു നമ്പർ എന്നല്ല നമുക്ക് വിളിക്കുന്നത്, പല നമ്പറിനായിട്ടാണ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ പോലീസുകാർ എന്നോട് ചോദിച്ചു നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിട്ടോ. പിന്നെ എന്റെ നമ്പറും കൊടുത്തു. പരാതി എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കണല്ലോ. അപ്പൊ ഉമ്മയുടെ നമ്പർ കൊടുത്തില്ല, എന്റെ നമ്പറാണ് കൊടുത്തത്. എന്റെ നമ്പറും കൊടുത്തു. അതുപോലെ തന്നെ വിളിച്ച ഒരു നമ്പറാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു ഒരു നമ്പർ എന്നല്ല വിളിച്ചത്, പല പല നമ്പറിൽ നിന്ന് നമുക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് വിളിച്ച ആ നമ്പറാ ചോദിച്ചത്. അപ്പൊ എനിക്ക് ഒരു ആണിന്റെ സൗണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഉമ്മാക്ക് വിളിച്ചത് ഒരു പെണ്ണായിരുന്നു, പക്ഷെ നമ്പർ മാറി മാറിയാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആ നമ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്നോട് അടുത്ത ദിവസം നൈറ്റ് ആയിരുന്നു, ഏകദേശം ഒരു 7:30 ആ ഒരു ടൈമിലാണ് നമുക്ക് വിളിക്കുന്നത്. അപ്പൊ ഇനി പിറ്റേ ദിവസം, അതായത് അതിന്റെ അടുത്ത ദിവസം എന്നോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞ് നമുക്ക് ഫോൺ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആ നമ്പർക്ക് കോൺടാക്ട് ചെയ്തപ്പോ കിട്ടി, അതൊരു തമിഴ്നാട്ടിലുള്ള ഒരാളാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവര് പോലീസ് പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മൾ ഫോൺ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ഡിസ്റ്റർബ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊരു സത്യാവശ്യത്തിലുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മിനിഞ്ഞാന്നാണ് മനസ്സിലായത് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ആർക്കെങ്കിലൊക്കെ കോൾ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് അതൊരു ഡിസ്റ്റർബാണ്. ഇത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഒരു ജെന്യൂൻ ഉള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായത് മിനിഞ്ഞാന്നാട്ടോ. കാരണം നമുക്ക് തന്നെ റിയലൈസ് ചെയ്യേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാറ്റാ.